മലയിടംതുരുത്ത് ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളിലെ ശിലാസ്ഥാപനം മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, അങ്ങനെ മലയിടംതുരുത്തിലെ പ്രശ്നത്തിന് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരമായിരിക്കുകയാണ് അല്ലേ? UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ തീരുമാനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ റോജി എം ജോൺ മന്ത്രി അദ്ദേഹം ഈ ശിലാസ്ഥാപനം നിർവഹിച്ചിരിക്കുകയാണ്. 7 കുടുംബങ്ങൾക്കാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ഇന്ന് വർഷങ്ങളായി വിവിധ തലങ്ങളിലൂടെ ശ്രമം നടന്നിട്ടും അത് ഫലമുണ്ടായില്ല. അതിനുശേഷം ഈ സ്ഥലമുടമയും ഈ കുടുംബങ്ങളും തമ്മിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള യോഗം, അത് പലതവണ യോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ യോഗങ്ങളുടെയൊക്കെ ഒരു അവസാനം അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. ഒരു സമവായത്തിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് സാധിച്ചു എന്നതാണ്. സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് 1 വർഷത്തിനുള്ളിൽ 1000 ചതുരശ്ര അടിയിൽ കുറയാത്ത 7 ആധുനിക വീടുകൾ നിർമ്മിച്ചു നൽകും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ തന്നെ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള പണി പൂർത്തിയാക്കും. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് വരെ നിലവിലെ വീടുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് അവിടെ തന്നെ തുടരാനായിട്ട് അനുമതി നൽകിയിട്ടുമുണ്ട്. ഓരോ വീട്ടിലേക്കും 3 മീറ്റർ വീതിയുള്ള പ്രവേശന വഴിയും ഭൂവുടമകളുടെ വസ്തുവായി അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് സംരക്ഷണ മതിലും ഒക്കെ തന്നെ നിർമ്മിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പോകുന്നത്. എന്തായാലും പതിറ്റാണ്ടുകളായിട്ടുള്ള നിയമപ്രശ്നങ്ങൾ, ചർച്ചകൾ, പ്രതിഷേധങ്ങൾ, വലിയ സമരങ്ങൾ, ഇവിടെ പാരിയത്തുകാവ് വലിയ സമരങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചതാണ്. ഇവിടെ നിന്നും കുടിയിറങ്ങും എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് വരുന്നു. കോടതി ഇടപെടലുകൾ, അത് സുപ്രീം കോടതിയിലടക്കം അത് പോവുകയും ഈ ഭൂ ഉടമയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥ. പിന്നീട് ഇവിടെ നിന്ന് പോകില്ല എന്ന വലിയൊരു പ്രതിസന്ധിയിലേക്ക് കുടുംബങ്ങൾ എത്തുന്നു. എങ്ങനെ ഇവരെ പുനരധിവസിപ്പിക്കുമെന്നുള്ള ചർച്ചകൾ നടക്കുന്നു. അതിനുശേഷമാണ് ഈ ഒരു ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് ഇതിന് ഒരു പരിഹാരം, ഒരു ശാശ്വത പരിഹാരം, അവിടെ വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ള ഒരു സർക്കാരിൻ്റെ തീരുമാനം, ആ ഒരു ഉറപ്പ്, അതിന്മേലാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെട്ടത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ കല്ലിടലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു, ഈ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ഈ 7 കുടുംബങ്ങൾ, അവർ കണ്ണീരോടുകൂടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. സന്തോഷത്തിന്റെ കണ്ണീരുകൾ, അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മന്ത്രി മാധ്യമങ്ങളോടും സംസാരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇവിടെ അതിന്റെ ഈ ശിലാസ്ഥാപനത്തിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്.